ഡൽഹി നിയമസഭാ തെരഞ്ഞെടുപ്പിൽ ഇന്ന് വോട്ടെടുപ്പ്. 699 സ്ഥാനാർത്ഥികൾ മത്സരരംഗത്ത്. ശനിയാഴ്ച വോട്ടെണ്ണൽ. നെന്മാറ ഇരട്ടക്കൊലപാതകത്തിൽ ഇന്നും തെളിവെടുപ്പ് തുടരും. പ്രതി ചെന്താമരയുമായി എലവഞ്ചേരിയിൽ ഇന്ന് തെളിവെടുപ്പ് നടത്തും. ഇന്ന് മന്ത്രിസഭായോഗം. സ്വകാര്യ സർവകലാശാലകൾ ആരംഭിക്കാൻ സർക്കാർ നിയമനിർമ്മാണത്തിന് ഒരുങ്ങുന്നതിനിടെയാണ് ഇന്നത്തെ മന്ത്രിസഭായോഗം. കരട് ബില്ലിന് ഇന്ന് മന്ത്രിസഭായോഗം അംഗീകാരം നൽകും. CPM കാസർഗോഡ് ജില്ലാ സമ്മേളനത്തിന് ഇന്ന് കാഞ്ഞങ്ങാട്ട് തുടക്കം. പോളിറ്റ് ബ്യൂറോ അംഗം A. വിജയരാഘവൻ പ്രതിനിധി സമ്മേളനം ഉദ്ഘാടനം ചെയ്യും. ക്രിസ്തുമസ് പുതുവർഷ ലോട്ടറി നറുക്കെടുപ്പ് ഇന്ന് 2 മണിക്കാണ് നറുക്കെടുപ്പ്. 20 കോടി രൂപ ഒന്നാം സമ്മാനം ഉള്ള ബമ്പർ നറുക്കെടുപ്പിൽ 21 പേർ കൂടി കോടീശ്വരന്മാരാകും. രണ്ടാം സമ്മാനമായി ഓരോ കോടി രൂപ വീതം 20 പേർക്കാണ്. പ്രധാനമന്ത്രി നരേന്ദ്രമോദി ഇന്ന് പ്രയാഗ്രാജിൽ. കുംഭമേളയിൽ പങ്കെടുക്കുന്ന പ്രധാനമന്ത്രി ത്രിവേണിയിൽ സ്നാനം നടത്തും. ഗവർണർ രാജേന്ദ്ര അർലേക്കർ ഇന്ന് അമൃതാനന്ദമയി മഠം സന്ദർശിക്കും. പള്ളിക്കാവിലെ അമൃതപുരിയിൽ ഗവർണർ ഇന്ന് വൈകിട്ട് 5 മണിയോടെയാണ് എത്തുക. അമൃതാനന്ദമയിയുമായി കൂടിക്കാഴ്ച നടത്തും. RSS മേധാവി മോഹൻ ഭഗവത് ഇന്ന് പത്തനംതിട്ടയിൽ ചെറുകോൽപ്പുഴ ഹിന്ദു കൺവെൻഷനിൽ അദ്ദേഹം പങ്കെടുക്കും. ചെറുകോൽപ്പുഴ ഹിന്ദുമത സമ്മേളനവുമായി ബന്ധപ്പെട്ട് ഇന്ന് പ്രാദേശിക അവധിയാണ്. കോഴഞ്ചേരി, അയിരൂർ, ചെറുകോൽ പഞ്ചായത്തുകളിലാണ് അവധി. വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾക്ക് ഉച്ചയ്ക്ക് ശേഷമാണ് അവധി പ്രഖ്യാപിച്ചിട്ടുള്ളത്. മുൻകൂട്ടി നിശ്ചയിച്ച പരീക്ഷകൾക്ക് അവധി ബാധകമല്ല. അനധികൃത കുടിയേറ്റക്കാരായ ഇന്ത്യക്കാർ ഇന്ന് മടങ്ങിയെത്തും. രാവിലെ അമൃത്സറിലാണ് 250 പേരുടെ സംഘമെത്തുക. ഇന്നലെയാണ് പ്രത്യേക വിമാനത്തിൽ ഇന്ത്യക്കാരെ അമേരിക്ക കയറ്റി അയച്ചത്.